ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹാങ്ങിങ് പോട്ട് നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്ടിയാണ്. നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വാലറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പിങ്ക് ഫ്ലവർ തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിൻ്റെ ലീഫ് ഒരു വയലറ്റ് പോലത്തെ കളറാണ്, പക്ഷേ ഇതിൻ്റെ ഫ്ലവർ പിങ്ക് കളറാണ്. പിന്നെ ഈ ഒരു ഗ്രീൻ ലീഫിൽ തന്നെ റെഡ് ഫ്ലവർ തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പം ഇനി നമുക്ക് ഏറ്റവും നേരം കളയണ്ട, നേരെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചട്ടി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. എന്തായാലും ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു പലാക്കഷ്ണമാണ്. ഇങ്ങനത്തെ പലാക്കഷ്ണം എല്ലാവരും വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യം പ്ലാസ്റ്റിക് കവറാണ്. നമുക്കൊരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കയറോ ശീലയോ കെട്ടാനായിട്ട് കേട്ടോ, ഹാങ് ചെയ്യാനായിട്ട് കയറോ ശീല അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഈ ഒരു കവറിൽ മണ്ണ് നിറക്കണം. നമ്മളിവിടുന്ന് മണ്ണ് കോരിയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, നല്ല വളങ്ങളൊക്കെ. ആദ്യം നമ്മളിവിടെ നിന്ന് കൊത്തിയിട്ടാണ് വരുന്നത്. ഞാനിതിലേക്ക് ഞാൻ ആദ്യം കാണിച്ചത് കുഞ്ഞിലൊന്നും വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ സാധാ മണ്ണ് തന്നെയാണ് എടുത്തത്. അപ്പം ഇതിലും ഞാൻ സാധാ മണ്ണ് എടുക്കുന്നത്. മറ്റേ വളങ്ങളൊക്കെ ആഡ് ചെയ്താൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പം നമുക്ക് കവറിലേക്ക് ഇടാം. നമുക്കിതിന് ചട്ടിയൊന്നും ആവശ്യമില്ല, അതിനാണ് നമ്മൾ കവർ എടുക്കുന്നത്. ഇത് ഞാൻ ആദ്യം നിറച്ച് വെച്ചിട്ടുള്ള ഫ്ലെയിം വാലറ്റ് ആയിരുന്നു. അപ്പോൾ ഫ്ലെയിം വാലറ്റ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതിലെ റെഡ് പൂ തരുന്നതാണ് ഇത്. അത്യാവശ്യത്തിന് മണ്ണാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് പോവാം. അപ്പോൾ ഇതാ നമുക്ക് ഈ പലകഷ്ണം എടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പലകഷ്ണം. അവിടെ നമുക്കിത് ഇങ്ങനെ കെട്ടാനുള്ള കയറെടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. പ്ലസ് രൂപത്തിലാണ് നമ്മൾ വെക്കുന്നത്. ഇതാ പ്ലസ് രൂപത്തിൽ നമ്മൾ വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ആ പലകഷ്ണം ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ കവർ വെക്കുന്നത്. നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഹാങ്ങിങ് പോട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഓട്ടയൊക്കെ കുത്തി കൊടുക്കുക കേട്ടോ, വെള്ളം പോകാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൽ ചെടി നടണം. ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പ്ലാന്റ് എടുക്കുന്നത്. ഈ കവറൊക്കെ ആകെ മോശമായി. ഇതിങ്ങനെ തന്നെ പറിച്ചാൽ മതി കേട്ടോ. നല്ല വേര് പിടിച്ചത് നല്ല രസമാണ് ഈ പ്ലാന്റ് കാണാൻ. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ്സിൽ. ഓക്കെ, ഇനി വരും നമുക്കിത് നടാം. ഇതാണ് നമ്മുടെ കവറ്. ഇത് വളർന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. നിങ്ങളെൻ്റെ ഇതിൻ്റെ വേറെ വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഞാൻ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളങ്ങൾ വേണമെങ്കിൽ ചേർക്കാം, ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ നടന്നുള്ളൂ. ഇനി ഇത് വളർന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങോട്ട് പടർന്ന് വളർന്നോളും. പിന്നെ നമുക്കിതെങ്ങനെ കെട്ടേണ്ട രീതി നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു അറ്റാണ് കെട്ടുന്നത്. ഈ രണ്ടറ്റം കൂട്ടി കെട്ടുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ കയറെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് തോന്നുന്നു. ഇതത്ര വലിപ്പമുള്ള കയറല്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ല കറക്റ്റിൽ തന്നെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തൂക്കാനായിട്ട് വേറൊരു ഷീലും കൂടി എടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മേലെ കൂട്ടിക്കെട്ടുകയാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ഞാനിവിടെ ചിരട്ടയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാങ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ വളർന്നു വരുമ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഇവിടെ ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് 3 തരം. ഇത് റെഡ് ഫ്ലവർ ഇടുന്നതാണ്, ഇത് പിങ്ക് ഫ്ലവർ ഇടുന്നതും, അത് പിങ്ക് ഫ്ലവറും ഇതിൻ്റെ റെഡ് ഫ്ലവർ ഇടുന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചല്ലോ അല്ലേ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തതാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെറിയ മിനി പോട്ടിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ 3 ഹാങ്ങിങ് പ്ലാന്റ്സും ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ ചട്ടിയാണ് കേട്ടോ. ഇതിൽ ഞാൻ പ്ലാന്റ് നട്ടിട്ടുണ്ട്, നമ്മുടെ ടർട്ടിൽ വൈന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. Girl about a 10, I should fuck her in the Benz.